യുക്രൈൻ റഷ്യയിൽ നടത്തിയ ആക്രമണങ്ങളിൽ പ്രതികരണവുമായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ബുദ്ധിപരമായ നീക്കമായിരുന്നു യുക്രൈൻ ഡ്രോൺ ആക്രമണമെന്നും വ്യോമാക്രമണം റഷ്യ അർഹിക്കുന്നതാണെന്നും സെലൻസ്കി വ്യക്തമാക്കി. റഷ്യയ്ക്കുണ്ടായ നാശനഷ്ടങ്ങൾ ന്യായീകരിക്കാനാവുന്നതെന്നും സെലൻസ്കി പറഞ്ഞു. റഷ്യൻ വ്യോമതാവളങ്ങളിലുണ്ടായിരുന്ന തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈൽ വാഹിനികൾ ഉൾപ്പെടെ ആക്രമിച്ച സ്പൈഡേഴ്സ് വെബ് എന്ന ഓപ്പറേഷനിൽ 117 ഡ്രോണുകളാണ് യുക്രൈൻ ഉപയോഗിച്ചത്. 1.5 വർഷം മുൻപ് ആസൂത്രണം ചെയ്ത് ഇപ്പോൾ നടപ്പിലാക്കിയ ആക്രമണമാണിത്. കൃത്യമാർന്ന യുക്രൈൻ ആക്രമണം തികഞ്ഞ സംതൃപ്തി തരുന്നതാണെന്നും ഇനിയും ഇത്തരത്തിൽ ആക്രമണം നടത്തുമെന്നും സെലൻസ്കി വ്യക്തമാക്കുന്നു. റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന രഹസ്യാന്വേഷണ വിവരം കിട്ടിയതിന് പിന്നാലെയാണ് റഷ്യക്കെതിരെ ആക്രമിക്കാൻ തങ്ങൾ തയ്യാറായത് എന്ന് യുക്രൈൻ പ്രസിഡന്റ് പറയുന്നു. റഷ്യയുടെ ഏത് ആക്രമണത്തെയും നേരിടാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും റഷ്യൻ വെല്ലുവിളികളെ യുക്രൈൻ എന്തു വില കൊടുത്തും തകർക്കുമെന്നും വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കുന്നു. അതേസമയം യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട യുക്രൈൻ ഡ്രോൺ ആക്രമണ പരമ്പരയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന സമാധാന ചർച്ചയിൽ 2ാം ഘട്ട തടവുകാരുടെ കൈമാറ്റത്തിന് തീരുമാനമുണ്ടായി. തുർക്കിയിലെ ഇസ്താംബുളിൽ നടന്ന ചർച്ചകളിൽ 25 വയസ്സിന് താഴെ പ്രായമുള്ള ഗുരുതര പരിക്കേറ്റ എല്ലാ യുദ്ധ തടവുകാരെയും കൈമാറാൻ തീരുമാനമായി. നിരുപാധിക വെടിനിർത്തലിനില്ലെന്ന് റഷ്യ വ്യക്തമാക്കിയപ്പോൾ പ്രധാന വിഷയങ്ങൾ പരിഹരിക്കാൻ ഉന്നതതല ചർച്ച വേണമെന്ന് യുക്രൈനും അറിയിച്ചു. തുടർ ചർച്ച ജൂൺ അവസാനത്തിൽ നടത്താമെന്ന് യുക്രൈൻ നിർദ്ദേശിച്ചു. 3 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്ന നിർണായക തീരുമാനങ്ങൾ എടുക്കാനാകാതെയാണ് 1 മണിക്കൂർ നീണ്ട ചർച്ച അവസാനിച്ചത്. പ്രതിരോധ മന്ത്രി റുസ്തം ഉമറോവിന്റെ നേതൃത്വത്തിൽ യുക്രൈൻ സംഘവും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സഹായി വ്ളാഡിമിർ മെഡിൻസ്കി നയിക്കുന്ന റഷ്യൻ സംഘവുമാണ് ചർച്ചയ്ക്കെത്തിയത്. തുർക്കി വിദേശകാര്യമന്ത്രി ഹഗൻ ഫിദന്റെ അധ്യക്ഷതയിലായിരുന്നു സമാധാന ചർച്ചകൾ നടന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.